അതായത് മാറ്റിയതിൽ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്ന് തന്നെയാണ് ടീച്ചറും പറയുന്നത്. ഒരു ഗവൺമെൻറ് മാറുമ്പോൾ പല വകുപ്പുകളിലെയും ഭരണമേധാവികളെ അവർ മാറ്റിയെന്നിരിക്കും, ചിലപ്പോൾ മാറ്റിയെന്നില്ലെന്നും ഇരിക്കും. എന്നാൽ എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അന്ന് ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന UDFൻ്റെ കാലത്ത് സെക്രട്ടറി ആയിരുന്ന ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയെ ഞാൻ പിന്നീട് 3.5 വർഷക്കാലം തുടർന്നും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായക്കാരിയായിരുന്നു. അങ്ങനെ 3.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നത്. അദ്ദേഹം പിന്നീട് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് വിരമിച്ചത്, വിശ്വാസ് മേത്ത, എല്ലാവർക്കും അറിയാം. എൻ്റെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് UDFൻ്റെ കാലത്തുള്ള ആളെ ഞാൻ മാറ്റിയിട്ടില്ല. അത് സ്വാഭാവികം എന്ന് പറയണ്ട, ചിലപ്പോൾ മാറിയില്ലെന്നും വരും. ചിലപ്പോൾ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ തന്നെ, ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിലുള്ള ചില ആളുകൾ മാറിയിട്ടില്ല. മാറ്റണം എന്ന് അവർ തീരുമാനിച്ചാൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ. അതാണ് ഒരു ഗവൺമെൻറ്റിന് അതിന് അധികാരമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ചൂണ്ടിക്കാട്ടി ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത ഒരു ഉത്സാഹം കാണിക്കേണ്ട, പലതും താൻ പറയുന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശത്തിൽ ഒരു ദ്വയാർത്ഥമുണ്ട്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ? അല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രം എന്തിനു പറയുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അത് അദ്ദേഹത്തിനോട് കൂടി ചോദിക്കുമ്പം വ്യക്തമാവും. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും അറിയില്ല. എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് ഞാൻ ചോദിച്ചില്ല. അല്ല, അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ അതിന് സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. അല്ല, സ്പെസിഫിക്കായിട്ട് കാര്യം പറയണം, എന്നാൽ എല്ലാവർക്കും ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും പറയേണ്ടതുണ്ട്. കാരണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നതിനേക്കാൾ പറയുന്നതാണ് നല്ലത്. ഒന്ന്, രാകേഷ് ഈ കാര്യം പറയുമ്പോൾ അതിൽ ഇന്നിന്ന കാരണങ്ങളാൽ ആണ് എന്നുള്ളത് അത് പറയണം. അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്നുള്ള മട്ടിലേക്ക് എത്തിപ്പോകും. മറ്റു പ്രധാനപ്പെട്ട വിഷയം, ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും വരുന്നു എന്നുള്ളതാണ്. വികസന പദ്ധതി എന്നുള്ള രീതിയിലാണ് അങ്ങനെ വാർത്ത വന്നോ? അപ്പോൾ നേരത്തെ എതിർപ്പ് ഉയർന്ന പദ്ധതിയാണ്, അത് നടപ്പാക്കുന്നതിനോട് ടീച്ചറിന്റെ നിലപാട്. എപ്പോഴാണ് എതിർപ്പ് ഉയർന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എതിർപ്പ് ഉയർന്നിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ശബരിമലയുടെ തൊട്ടടുത്ത് ഒരു പദ്ധതി അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണെങ്കിൽ, അവർക്ക് ഉപയോഗപ്പെടുമെങ്കിൽ ആ പദ്ധതി ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് എപ്പോഴും ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ എയർപോർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ശബരിമലയിലേക്ക് വരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ധാരാളം ആളുകൾക്ക്, അത് ആന്ധ്ര മുതൽക്ക് ഇങ്ങോട്ടുള്ളവർക്ക്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെ നിന്നെല്ലാം വരുന്നവർക്ക് നേരിട്ട് ശബരിമലയ്ക്ക് എത്താൻ തൊട്ടടുത്ത് എന്നുള്ള നിലയിൽ ഒരു എയർപോർട്ട് വരുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഒരു തരത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളെ, കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന വികസനത്തിൻ്റെ രംഗത്ത് കേരളത്തിനൊരു കുതിപ്പുണ്ടാക്കുന്ന ഒരു പദ്ധതി, അത് തുറമുഖമായാലും എയർപോർട്ടായാലും രണ്ടായാലും നമുക്ക് വേണം. ആ പദ്ധതികളെ ഒന്നും തന്നെ ഒരു തരത്തിലും നമുക്ക് വേണ്ട എന്ന് വെക്കുന്നതല്ല, വേണമെന്ന് വെക്കുന്നതാണ് നല്ലത്. അല്ല, എല്ലാ പദ്ധതികളും പാരിസ്ഥിതിക ഇഷ്യൂസ് പരിശോധിച്ച് തൃപ്തിപ്പെട്ട് അത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത് പരിസ്ഥിതി വകുപ്പ്, അത് ഏതെല്ലാം വകുപ്പാണോ ആ വകുപ്പുകളുടെ എല്ലാം അനുമതി കിട്ടിയിട്ട് മാത്രമേ ഇത്തരം പദ്ധതികൾ നമുക്ക് തുടങ്ങാൻ കഴിയൂ ഏതൊരു സ്റ്റേറ്റിനും. അത് തീർച്ചയായിട്ടും വേണം. അതില്ലാതെ നമുക്ക് അത് ഇല്ലാതെ ഒരു പദ്ധതി തുടങ്ങിയാൽ എവിടം പോലെ എത്തുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സമാനമായ നിലപാടാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്. പ്രതിപക്ഷമായാലും സർക്കാരായാലും അനാവശ്യ വിവാദങ്ങൾ ഒരു വികസന പദ്ധതിയുടെ പേരിൽ പാടില്ല എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. ആ വാദത്തോട് ടീച്ചർ യോജിക്കുകയാണോ? അല്ല, ജയരാജൻ വളരെ നന്നായിട്ടാണ്, നല്ല രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതായി ഞാൻ കേട്ടു. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നയസമീപനത്തിനെതിരായിട്ട് അല്ല സംസാരിച്ചത്, മറിച്ച് ഒരു തുറമുഖം എന്ന വിഴിഞ്ഞം ഏഷ്യയിൽ തന്നെയുള്ള ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിട്ട് മാറാൻ പോകുന്ന ഈ തുറമുഖത്തിന് എല്ലാ തരത്തിലും നമുക്ക് ഒരു തരത്തിലുള്ള അഴിമതിയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം.
അത് മറ്റേതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടാക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല.